ഹായ്, എൻ്റെ പേര് രഞ്ജിത്ത്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു മീഡിയ ഹൗസിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ വെച്ചിട്ട് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു പരസ്യം എയർ ചെയ്യാൻ. അപ്പോൾ അതിന് ആദ്യമേ തന്നെ ഇപ്പം മിനിസ്ട്രി ഓഫ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഒരു പുതിയ റൂള് പ്രകാരം, അത് സുപ്രീം കോടതി റൂൾ ചെയ്തിട്ടുള്ളൊരു ഇത് പ്രകാരം ഡിക്ലറേഷൻ വേണം ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ 2-3 ദിവസമായിട്ട് എല്ലാവരും ഇതിൻ്റെ പുറകെ തന്നെയാണ്. അപ്പോൾ പലർക്കും പല പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതിലൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഞാൻ ചെയ്യുന്നത് TV ആൻഡ് ഡിജിറ്റലിൻ്റെ അല്ലെങ്കിൽ TV ആൻഡ് റേഡിയോയുടെയാണ് ലോഗിൻസാണ് നിങ്ങൾക്ക് സെൽഫ് ഡിക്ലറേഷന് വേണ്ടിയിട്ട് ഈസി ആക്സസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തരുന്നത്. അപ്പോൾ എൻ്റെ ഈ പ്രോസസ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 99% ഈ ലോഗിൻസ് നിങ്ങൾക്ക് ആക്റ്റീവ് ആവും. നിങ്ങൾ ഈ കാണുന്ന കണ്ടു തേർഡ് ഓപ്ഷൻ, ഇതിലാണ് ഞാൻ ലോഗിൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ ഹൈപ്പർ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് സേവയുടെ സൈറ്റിലേക്ക് നമ്മൾ കയറും ആദ്യമേ തന്നെ. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഹോം പേജ് കാണുമ്പോൾ പല രീതിയിലും നിങ്ങൾക്ക് ഇവിടെ കാണാം പല പല ഓപ്ഷൻസ്. നിങ്ങൾ ഇതിലേക്കൊന്നും ആദ്യം പോകരുത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ലോഗിൻ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് ഈ ബ്രോഡ്കാസ്റ്റ് സേവയിൽ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, സെൽഫ് സർട്ടിഫിക്കേഷൻ ഫോർ അഡ്വർടൈസർ. ഇവിടെ ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജ് ഓപ്പൺ ആവും. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കുക. കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സിറ്റി, അഡ്രസ് ലൈൻ, നിങ്ങളുടെ പിൻകോഡ്. ഈ ആസ്ട്രിക് സൈൻ കാണിക്കുന്നതെല്ലാം നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. ഡെസിഗ്നേഷൻ കൊടുക്കുക. അതിനുശേഷം ഈ യൂസർ നെയിം ഇപ്പോൾ ബ്രോഡ്കാസ്റ്റ് സേവ നമുക്ക് തന്നേക്കുന്നത് ഇമെയിൽ ഐഡിയോട് കൂടിയിട്ടുള്ള യൂസർ നെയിമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഇമെയിൽ ഐ ഡി എൻട്രി ചെയ്യുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൽ ഒരു തവണ ഇമെയിൽ എൻട്രി ചെയ്ത് ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ എൻറ്റിറ്റി നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാവുള്ളൂ, ചിലവർക്ക് മൾട്ടിപ്പിൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം സിംഗിൾ ഇമെയിൽ ഐ ഡി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് ഇമെയിൽ ഐ ഡി ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ടേ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇവിടെ എല്ലാം അടിച്ചു കൊടുക്കുക. ആ സെയിം ഇമെയിൽ ഐ ഡി അടിക്കുക. സെക്കൻഡറി ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഓപ്ഷനായിട്ടുണ്ടെങ്കിൽ അത് അടിക്കാം. മൊബൈൽ നമ്പർ നിർബന്ധമായിട്ട് അടിക്കും. മൊബൈൽ നമ്പർ അടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. വൺസ് ഇമെയിൽ ഐ ഡി ആൻഡ് മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ഇൻ ഭാരത് സേവ, ബ്രോഡ്കാസ്റ്റ് സേവ, പിന്നെ അത് ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് നിൽക്കും. വിച്ച് മീൻസ് നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് ഈ ഇമെയിൽ ഐ ഡിയിലും ഈ ഫോൺ നമ്പറിലും രണ്ടാമത് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഇത് എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് റിസീവ് OTP എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരും. ഇവിടെ അടിച്ചു കൊടുക്കുന്ന ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറിലേക്കും അറ്റ് എ ടൈം സൈമൾട്ടേനിയസ്ലി അവർ OTP അയക്കും. ഇതിൽ അടിച്ച് ഈ OTP കിട്ടിയിട്ട് വീണ്ടും രണ്ടാമത് നമ്മൾ റീടൈപ്പ് ചെയ്തിട്ട് ഈ സെൽഫ് ഡിക്ലറേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് രജിസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് രജിസ്റ്റേർഡ് ആവും. നമ്മൾ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് സേവയിൽ അടുത്ത പേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഓപ്പണായി വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി ആണ് യൂസർ നെയിമായിട്ട് വരിക. പാസ്വേഡ് നിങ്ങൾ ഓൾറെഡി അടിച്ചു കൊടുത്തിട്ടുള്ള പാസ്വേഡ് അടിക്കുക. അതിനുശേഷം ഈ കോഡും കൂടിയും അടിച്ചു കഴിഞ്ഞാൽ ഇത് ലോഗിൻ ആവും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത പേജ് തുറന്നു വരും. അതാണ് സെൽഫ് സർട്ടിഫിക്കേഷൻ ഫോർ അഡ്വർടൈസേഴ്സ്. ഇതൊരു ഡാറ്റ ഗ്രിഡാണ്. നിങ്ങൾ എത്ര തവണ ഡിക്ലറേഷൻ നോട്ട്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് ഫുള്ള് ഇവിടെ കാണും. താഴേക്ക് വരും. നിങ്ങൾ ഇതിൽ കയറുമ്പോൾ തന്നെ ആദ്യമേ ഗൈഡ് ലൈൻസ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് ഇതിൽ 3 പേജ് ഉള്ളടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റായിട്ട് അവർ തന്നിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട മെയിൻ സാധനം ഈ തേർഡ് പേജിൽ വരുന്ന ലെറ്റർ ഓഫ് ഓതറൈസേഷൻ. ഇത് നിർബന്ധമാണ് ഒരു ഡിക്ലറേഷൻ ലെറ്റർ ഗവൺമെൻറ്റിൽ നിന്നും നമുക്ക് അപ്രൂവൽ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ഫയലിംഗ് എ ന്യൂ ആപ്ലിക്കേഷൻ, ഇവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി
നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന ബട്ടൺ ഇതാണ്. ഇതിൽ ഈ പറഞ്ഞ പ്രകാരം എല്ലാ ഡോക്യുമെൻസും വരത്തക്ക രീതിയിൽ ഫീൽഡ് ഫില്ല് ചെയ്യുക. ആസ്ട്രിക് സൈനുള്ളതാണ് എല്ലാം ഫില്ല് ചെയ്യേണ്ടത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ. അഡ്വർടൈസറുടെ ഓതറൈസേഷൻ ലെറ്റർ നമ്മൾ കളക്ട് ചെയ്ത് PDF ഫോർമാറ്റിലാക്കിയിട്ട് ഇതിനെ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. ദെൻ ഇവിടെ വരുന്നതാണ് നമ്മൾ TV റേഡിയോക്കാർ ശ്രദ്ധിക്കേണ്ട സംഭവം. അഡ്വർടൈസറിൻ്റെ URL, അതായത് പരസ്യത്തിൻ്റെ URL ആണ് ഇവിടെ കൊടുക്കുന്നത്. മെറ്റീരിയൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ക്ലൗഡ് സ്റ്റോറേജിൽ നിന്ന് വരുന്ന ഡാറ്റയാണ് URL ആയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവ് യൂസ് ചെയ്യാം, സാംസങ്ങിൻ്റെ ക്ലൗഡ് യൂസ് ചെയ്യാം, ഓപ്പോൻ്റെ ക്ലൗഡ് യൂസ് ചെയ്യാം, അതേസമയം വിവോൻ്റെ ക്ലൗഡ് യൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ക്ലൗഡ് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ വെച്ച് ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ ആദ്യം അപ്ലോഡ് ചെയ്തിട്ട് ആ URL നമ്മൾ കളക്ട് ചെയ്യണം. ആ URL കളക്ട് ചെയ്തിട്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അത് ഓൾറെഡി അതിലേക്ക് ആക്സസ് ആവും. ഇത് കൂടാതെ ഈ പരസ്യം എന്താണെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ഒരു 50 വാക്കിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ മിനിമം 50 വാക്കെങ്കിലും വേണം. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിന് ശേഷം TV കമേഴ്ഷ്യലിൻ്റെ TV സ്ക്രിപ്റ്റും റേഡിയോ കമേഴ്ഷ്യലിൻ്റെ റേഡിയോ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇത് PDF ഫോർമാറ്റിലാക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇനി സിനിമ മൂവി സംഭവങ്ങളാണെങ്കിൽ ഇവിടെ ഫിലിം റിലേറ്റഡ് ആണെങ്കിൽ CBFC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അവർ ആ നമ്പർ അടിക്കണം. ഇതിന് ശേഷം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പെർഫോമർ വരും. ദാറ്റ് ഈസ് എ പ്രിവ്യൂ. ഇത് ഈ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കണം, എന്നാലേ വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അത് കറക്റ്റാണോ എന്ന് റീചെക്ക് ചെയ്യാം. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ബിഫോർ സബ്മിറ്റിംഗ് ടു ദി ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രോക്കർ മിനിസ്ട്രിയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എഡിറ്റ് ചെയ്യാം. വൺസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിംഗ് ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മളെല്ലാം രണ്ടാമത് എൻ്റർ ചെയ്യുക തന്നെ വേണം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ ആദ്യമേ ഇത് 2 തവണ ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇത് സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം, അതായത് ഇത് പ്രിവ്യൂ അടിച്ചു എന്നാൽ ഡൗൺലോഡിങ് ഓപ്ഷൻ വരും. അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ ഒരു സിഗ്നേച്ചർ ഉണ്ട്. ആരാണോ ഇതിൻ്റെ അതോറിറ്റി അവർ അത് സൈൻ ചെയ്യണം. അത് സൈൻ ചെയ്തതിന് ശേഷം PDF ഫോർമാറ്റിലാക്കി ഇതിനെ അപ്ലോഡ് ചെയ്യുക. വൺസ് അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ചെയ്തിരുന്ന മാതിരിയുള്ള ഓപ്ഷനിലേക്ക് വരും. ദാറ്റ് ഈസ് ലൈക്ക് എന്താ പറയുക, ഒന്നുകൂടി കാണിച്ചാലേ. വൺസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിപ്പോൾ ഫസ്റ്റ് ഓർഡർ, അപ്ലിക്കേഷൻ നമ്പർ, അപ്ലിക്കേഷൻ ഡേറ്റ് എന്നാ സബ്മിറ്റ് ചെയ്തത്, ഇതാണ് സർട്ടിഫിക്കറ്റ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് മീഡിയ ഹൗസുകളിലേക്ക് കൊടുക്കാം. ഇതാണ് ശരിക്ക് അവരുടെ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരിക. അതിപ്പോൾ ഇവിടെ ഡൗൺലോഡായി, ഇതാ ഉണ്ടാ ഇങ്ങനെയായിട്ട് വരും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇത് ഫുൾ മീഡിയയിലിരിക്കുന്ന ആൾക്കാരോട് ആണ് കൂടുതലും എനിക്ക് ഷെയർ ചെയ്യാറ്. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഈസി വേ ഉള്ള പ്രോസസ്സാണ്. കുറേ പേർക്ക് കോംപ്ലിക്കേഷൻ അനുഭവിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. താങ്ക് യു.